നമ്മുടെ പുതിയൊരു പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, 2-3 ദിവസം കഴിഞ്ഞു. വെള്ളിയാഴ്ച ഇറങ്ങിയതാണ്. പക്ഷേ നമുക്ക് ടൈം കിട്ടിയത് ഇപ്പോഴാണ്. ആ പടത്തെപ്പറ്റി ഇനിയും റിവ്യൂ പറയണോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒത്തിരി പേര് റിവ്യൂ ഇരിക്കുന്ന കണ്ടു. എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ഒരാളെങ്കിലും കാണുമെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചു. ഒരാളെങ്കിലും ഈ ചിത്രം കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രമായി. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ചിത്രം. അർഫാഫ് അയ്യൂബ് അല്ലേ, അതാണ് പുതിയൊരു സംവിധായകൻ. പേര് അങ്ങോട്ട് കിട്ടുന്നില്ല. പുതിയ സംവിധായകൻ, അത് പേരിനല്പം ഇതുമുണ്ടല്ലേ. അതാണ് ഞാൻ വീണ്ടും ഓർത്തെന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു ചിത്രം, ഒരു ഇരുത്തം വന്നൊരു സംവിധായകനെന്ന് തോന്നുന്നു ഈ ആദ്യ ചിത്രത്തിൽ തന്നെ. ഈ പടം കാണാൻ ഞാൻ തിയേറ്ററിൽ പോയപ്പോഴേ നമ്മൾ എപ്പോഴത്തെയും പോലെ തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴേ ഇതെന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് വലിയ ഊഹമൊന്നുമില്ല. എന്നാലും ഒരു ആക്ഷൻ പാറ്റേണൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥ, ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയാൻ പറ്റുമോ, എന്നാലും ആ രീതിയിലുള്ളൊരു നമുക്ക് സൈക്കോ ബാധിച്ചോ എന്നൊരു തോന്നിപ്പോകുന്ന ഒരു ചിത്രമാണ്. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ഞാൻ തിയേറ്ററിൽ ചെന്നപ്പം തന്നെ മനസ്സിലായി അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഈ ഓളങ്ങളും വലിയ അടിയും പിടിയും വെട്ടും കുത്തും അതുപോലെ പൊട്ടിച്ചിരിക്കുന്ന മുഹൂർത്തങ്ങളും കൈയടിക്കുന്ന മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിനകത്ത് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഈ പേപ്പറെല്ലാം കീറി അവിടിച്ചിരിക്കും. അതുപോലെ തന്നെ ആൾക്കാരെ തിരക്ക് അതുപോലെ ആയിരിക്കും. ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഭയങ്കര തെള്ളായിരിക്കും. പക്ഷെ അതൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് ആൾക്കാർ, സിനിമ ഗൗരവമായി കാണുന്ന കുറച്ച് ആൾക്കാർ എന്ന് തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രം തന്നെയായിരിക്കും. ഒത്തിരി നാളായി ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് എന്ന് തോന്നി. ഏതായാലും അകത്ത് നിന്ന് നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. പടിപടിയായി ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രം നീങ്ങുന്നു. ടുണീഷ്യ എന്ന് പറയുന്ന നഗരത്തിൽ സ്ഥലത്ത് വെച്ചാണ് ഇതെടുത്തതെന്ന് പറയുന്നു. അതിന് കാരണം ആയിട്ട് എനിക്ക് തോന്നിയത് ഈ മണ്ണാണ്, മൊത്തം മണ്ണിൻ്റെ ഒരു പ്രളയല്ലേ. അപ്പം ഈ മണലാരണ്യം മാത്രമേ ഉള്ളൂ അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. അവിടുത്തെ ഗേറ്റ്മാനാണ് നമ്മുടെ നായകൻ രഘു എന്ന് പറയുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം. അദ്ദേഹത്തിന് പ്രത്യേക കൂട്ടൊന്നുമില്ല. എനിക്കന്നേരം തോന്നിയത് ഈ ആര് പോകാനില്ലാത്ത ഈ വഴിയിൽ എന്തിന് ലെവൽ ക്രോസ് എന്ന് ചിന്തിച്ചു. പക്ഷെ കഥയിൽ ചോദ്യമില്ലല്ലോ. അങ്ങനെ ഒരു ലെവൽ ക്രോസ് വേണം, ആ പ്രദേശത്ത് ആരും കാണരുത്, എങ്കിൽ മാത്രമേ ഈ പടം നടക്കാൻ പാടുള്ളൂ അല്ലേ. അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല, അത് നമ്മളങ്ങ് വിട്ടു. അതുകൊണ്ട് ഈ നാട്ടിൽ ആ ടുണീഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇതെടുക്കാനുള്ള കാരണവും അതിൻ്റെ മനോഹാരിതയാണെന്ന് തോന്നി. പ്രത്യേകിച്ച് വലിയ മനോഹാരിത എന്ന് പറയുമ്പോൾ ഈ പച്ചപ്പ് അങ്ങനെയുള്ളതല്ല ഞാൻ പറയുന്നത്. മണലിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അത് ആവോളം ഈ ചിത്രത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പു പ്രഭാകർ എന്ന് പറയുന്ന ഛായാഗ്രഹണം. ചില പേരുകളൊക്കെ എനിക്ക് തെറ്റാൻ കേട്ടോ, കാരണം ഇവരെയൊന്നും പരിചിതമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ് ശീലിച്ച പേരുകളൊന്നും അല്ല. പിന്നെ നല്ല മനോഹരമായ ഫ്രെയിമുകൾ, ലെന്തി ഷോട്ടുകൾ. എന്നാലും നമുക്ക്, ഞാനെപ്പോഴും ഈ ക്യാമറ വർക്കൊക്കെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുകൾക്ക് ഇമ്പം ഉണ്ടാകുന്ന എന്തും ഞാൻ അടിപൊളിയാണെന്ന് പറയും. അല്ലാതെ ക്യാമറയെപ്പറ്റി, ക്യാമറ വർക്കിനെ പറ്റിയോ ഛായാഗ്രഹത്തെ പറ്റിയോ ഒന്നും എനിക്ക് അധികമൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ കണ്ണുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തും ഞാൻ അടിപൊളിയാണ്. അതുപോലെ എൻ്റെ കണ്ണുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഇതിലെ ക്യാമറ. ആ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് തന്നേക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ബ്രില്യൻ സാധനങ്ങളാണ്. കുറച്ച് നാൾ നമ്മൾ മനസ്സിലിട്ടുന്ന ആലോചിക്കുക, അതുപോലെയുള്ള ഫ്രെയിമുകൾ തരാൻ പറ്റിയ
ആ ക്യാമറാമാൻ എനിക്കിട്ട് ആദ്യത്തെ അല്ല രണ്ടാമത്തെ. ആദ്യത്തെ ഞാൻ നമ്മുടെ അതിൻ്റെ ക്യാപ്റ്റനായ സംവിധായകനെ തന്നെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് രചനയും കഥയും തിരക്കഥയും കഥ അതിൻ്റെ സംഭാഷണം വേറെ ഒരാളാണ് തോന്നുന്നു രചിച്ചേക്കുന്നത്, ആദം അയ്യൂബ് എന്ന് പറഞ്ഞൊരാൾ. ഞാനിതെല്ലാം നോക്കിയിരുന്ന് പഠിച്ചു, പോസ്റ്ററിലൊക്കെ നോക്കിയിരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഇപ്പം പറയുന്നത്. തെറ്റാൻ പാടില്ല, കാരണം ഇവരുടെയൊക്കെ ആദ്യത്തെ ചിത്രമായിരിക്കും. അപ്പോൾ എന്തുമാത്രം പ്രതീക്ഷയാണ് അല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സിനിമയിലൊക്കെ വ്യവസായത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ സിനിമ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രതീക്ഷയോടായിരിക്കും അവരൊക്കെ കൊണ്ടുവരുന്നില്ലേ. അപ്പം അത് എല്ലാവരും തന്നെ ഭംഗിയായിട്ട് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുപോലെ ഇതിലെ സംഗീതം, പശ്ചാത്തല സംഗീതം ഒരു രക്ഷയില്ല. വിശാൽ ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി, കാരണം ഈ പടത്തിന് ഭയങ്കര ബഹളമയമായ സംഗീതമൊന്നും കൊടുത്തതിൻ്റെ കാര്യമില്ല. സ്ലോ പിച്ചിൽ പോകുന്നൊരു സാധനം, ആവശ്യമുള്ളിടത്ത് മാത്രം ഇങ്ങനെ പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് 3 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആസിഫ് അലി അവതരിപ്പിക്കുന്ന അമല പോൾ, അതുപോലെ ഷെറഫുദ്ദീൻ, ഇവരുടെ 3 കഥാപാത്രങ്ങൾ. അപ്പം ഇതിന് പശ്ചാത്തല സംഗീതത്തിനൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ളതാണ്, കാരണം സംഭാഷണങ്ങൾ അധികം ഇല്ലല്ലോ അല്ലേ. അപ്പം ആ പ്രത്യേകിച്ച് ഫ്ലോയിൽ ഈ പടത്തിൻ്റെ മൂഡിനനുസരിച്ച് ഫ്ലോയിൽ പോവുകയും ചെയ്യണം. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇഴച്ചിലുണ്ടാകുന്ന ഒരു സമയം, നമുക്ക് ഭയങ്കരമായിട്ട് ബോറ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. 3 കഥാപാത്രങ്ങൾ, അതിലെ നായകൻ വെള്ളം എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്ന, ബാക്കിയുള്ള സമയത്തെല്ലാം പുള്ളി ഈ ലെവൽ ക്രോസിൽ തന്നെ ഗേറ്റ് അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാനുള്ള. അതുമല്ല അധികം ട്രെയിനുകളൊന്നും പോകുന്നില്ല, വല്ലപ്പോഴും വരുന്ന ഗുഡ്സും കുറച്ച് യാത്രാ വണ്ടികളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. അതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ നായിക അമല പോളിൻ്റെ കഥാപാത്രം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ട്രെയിനിൽ നിന്നൊക്കെ വീണു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് മാത്രം സത്യമുണ്ട്, എല്ലാവരും മിസ്റ്ററി നടന്ന ഒരു കഥാപാത്രം. അതിനിടയിലേക്ക് വേറെ ഒരാൾ കടന്നെത്തുന്നു, ഷെറഫുദ്ദീൻ്റെ കഥാപാത്രം. അപ്പം അവരിൽ ആരാണ് തെറ്റുകാരൻ, ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്നറിയാനുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ. അതുതന്നെയാണ് ഈ പടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും ഇവനാണോ തെറ്റുകാരൻ, അവനാണോ തെറ്റുകാരൻ, മറ്റൊരാളാണോ അവളാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയൊരു വിജയമാണ്. കാര്യം ആദ്യമേ തന്നെ ഇതിനകത്തെ കഥ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അങ്ങനെ പോകുന്നു ഇത്. അതുപോലെ ലാസ്റ്റ് കൊണ്ട് എത്തിച്ചേക്കുന്നത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, ഈ പടം കാണുമ്പം ഇത് ആസിഫ് അലിയുടെ കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 തലങ്ങൾ കാണിക്കുന്നുണ്ട്, 2 രീതിയിലുള്ള ആസിഫ് അലി കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ മാനർസങ്ങൾ തന്നെയാണ് രണ്ടാമത്തേതും പിന്തുടർന്ന്, രണ്ടാമത്തെ തലത്തിലും പിന്തുടർന്ന് എന്ന് പറഞ്ഞത് അത് നന്നായി പഠിച്ച ഒരു അഭിനേതാവിനായിട്ട് എനിക്ക് തോന്നി. കാരണം ആദ്യത്തെ തലത്തിൽ കാണിക്കുന്ന ആസിഫ് അലി തന്നെയാണ് രണ്ടാം തലത്തിലേക്ക് നീങ്ങുമ്പോൾ, 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും ആ മാനസങ്ങൾ ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഒരു അഭിനേതാവിൻ്റെ ബ്രില്യൻസാണ്. അത് നന്നായി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത ആസിഫ് അലിയെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആസിഫ് അലിയെ എനിക്ക് ഇഷ്ടപ്പെടാൻ വേറെ ഒരു കാരണമാണ്. ഇതിന് 2 ദിവസം മുമ്പാണ് ഞാൻ ഭാര്യ കെട്ടിയോളാണ് എൻ്റെ മാലാഹ എന്ന് പറയുന്ന ചിത്രം നമ്മുടെ യൂട്യൂബിനകത്ത് കാണാനിടയായി. ആദ്യമൊക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാനത് മൊത്തം കണ്ടു. അപ്പോൾ ആസിഫ് അലിയുടെ കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം മനസ്സിൽ കിടക്കുന്നു കഴിഞ്ഞിട്ട് ഈ കഥാപാത്രങ്ങളെ കണ്ടു കഴിഞ്ഞപ്പം ബ്രില്യൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ അമല പോൾ ആവറേജ് പ്രകടനമാണെങ്കിലും അമലാപ്പോളിൻ്റെതായ രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയേണ്ടി വരും. അതുപോലെ ഷെറഫുദ്ദീൻ 1.5. ഷെറഫിൻ്റെ ചില നോട്ടങ്ങളും ചില മൂളലുകളും ഒക്കെ ഉണ്ട്, അത് പടത്തിന് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. അത് ഷെറഫുദ്ദീനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല, പക്ഷേ വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഈ 3 കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിലെ
ഒരു അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാവുന്ന 3 കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നിയിട്ട്. കാരണം അഭിനയ ജീവിതത്തിലെ മികച്ച 3 കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർ 3 പേരും ഭംഗിയായിട്ട് ചെയ്ത്. പിന്നെ തുലനം ചെയ്യുമ്പോൾ അമലാപ്പോളിൻ്റെ കഥാപാത്രം അല്പം ആവറേജിൽ ചെന്നിരിക്കുന്നു. ബാക്കി 2 പേരും ആവറേജിന് മുകളിലേക്ക് ഉയർന്നു എന്നും തോന്നുന്നു. പിന്നെ സംവിധായകനെ പറ്റി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഒന്നും പറയാനില്ല. ആദ്യത്തെ ചിത്രമാണോ എന്ന് നമുക്ക് സംശയമാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒത്തിണക്കത്തോടെ ഇത് കൂട്ടിവയ്പ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു സംവിധായകന് വേണ്ടത്. അത് കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തുടങ്ങുമ്പം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നു. അതിൻ്റെ ഗുഡൻസ് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ ചെറിയ ടിസ്റ്റുകൾ കണ്ടു. അത് ജിത്തുവിൻ്റെ ഒരു ടച്ച് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ജിത്തുവിൻ്റെ സംഭാവന എന്താണെന്ന് ഈ ചിത്രത്തിൽ നിന്ന് എനിക്കറിയില്ല. ഇനിയും ജിത്തുവിൻ്റെ പേര് വെച്ച് ഈ പടത്തിന് അല്പം മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും എനിക്കറിയില്ല. ഏതായാലും ജിത്തുവിൻ്റെ പ്രസൻസും ഈ പടത്തിന് ഗുണം ചെയ്തു എന്ന് തന്നെ തോന്നുന്നു, അല്ലേ? അതുപോലെ സംഗീതമൊക്കെ വലിയ കുഴപ്പമില്ല, പാട്ടുകൾ. പിന്നെന്താ പറയുന്നത്, ഇതേപോലെ എല്ലാം കൊണ്ടും വലിയ കുഴപ്പമില്ലാത്തൊരു ചിത്രം. പിന്നെ ഞാനിത് പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേന് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. നാളെ ഇത് പോയി കണ്ടതിന് ശേഷം ചിലപ്പം കമൻറ്റ് വരാം, ഇതുപോലൊരു ബോർ ചിത്രം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിരുചിയുണ്ട്. ചിലവർക്ക് ഇടിയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അടിയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് തമാശകളായിരിക്കും, ചിലവർക്ക് പൊട്ടിച്ചിരിയായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ചിത്രങ്ങളും ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇത് സൂപ്പർ ഹിറ്റ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തിയേറ്ററിലെ തിരക്കൊന്നും തരുന്നില്ല. എന്നാലും ഒരു നല്ല ചിത്രം കണ്ട ഒരു പ്രതീതി എല്ലാവരും പോയി കണ്ട് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പക്ഷേ അത് കാശ് മുടക്കി എത്ര പേര് പോയി കാണും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ OTTയിലും TV-യിലും ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ആ ട്രെയിനൊക്കെ വരുന്നതിൻ്റെയൊക്കെ ഇതുണ്ട്, അടിപൊളിയായിട്ടുണ്ട് സൗണ്ടൊക്കെ, അല്ലേ? അങ്ങനെ മൊത്തം ഒരു നല്ല ചിത്രം കണ്ട പ്രതീതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണണം, എപ്പോഴും ചിരിച്ച് മറിഞ്ഞ്. പക്ഷേ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാൻ പോകുമ്പോഴേ മനസ്സും അതിനനുസരിച്ച് പാകപ്പെടുത്തി വേണം പോകാൻ, അല്ലേ? സൈലൻ്റ് മൂടി. എനിക്ക് വേറൊരു കാര്യമാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പം എനിക്ക് സന്തോഷം തോന്നിയത്. അതിന് കാരണം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒത്തിരി ആളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചില കൂക്കുവിളികളുണ്ടാകാം. അതുപോലെ ചില ബാഡ് കമൻറ്റുകൾ ഉയർന്നു കേൾക്കാം. അതൊക്കെ നമ്മുടെ ആ ഫ്ലോയെ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലോയെ ഇല്ലാതാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. വലിയ തിരക്കില്ലാതെ സിനിമ ഗൗരവമായി കാണാൻ ഞാൻ ഇത് കാണും എന്ന് വിചാരിച്ച് വന്ന കുറച്ച് ആൾക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് അവരെല്ലാം സൈലൻ്റായിട്ടിരുന്നു. ആ സൈലൻ്റ് മൂടി പടം കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചിഷ്ടമായി. അപ്പോൾ എല്ലാവരും പോയി കാണുമല്ലോ. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് പോയി കണ്ടിട്ട് എന്നെ കാശ് കളഞ്ഞൊന്നും ചെയ്ത് വിളിക്കരുത്. നല്ലൊരു ചിത്രം, എല്ലാ അഭിനേതാക്കളും നന്നായി പ്രകടനം കാഴ്ചവെച്ചു, സംവിധായകൻ്റെ മികവും എടുത്ത് കാണാം. അതുപോലെ ക്യാമറ വർക്ക്, സംഗീതം എല്ലാം കൊണ്ടും മികച്ച ചിത്രം. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.